ശ്രീ വി എസ് അനിൽകുമാർ, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. താങ്കളുടെ വീട്ടിൽ ഇത്തരത്തിലൊരു റീത്ത് പ്രത്യക്ഷപ്പെട്ടു എന്ന വിവരം റിപ്പോർട്ടർ CK വിജയനുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ആരായിരിക്കും ഇനി? നമസ്കാരം. രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യ ഉത്തരം പറയാം. ആരാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്കൊരു ഊഹവുമില്ല. രാവിലെ എന്റെ മകൻ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പിന് പോകുന്നുണ്ട്. ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് ഇവിടെ അടുത്തൊരു സ്കൂളിലാണ്, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അപ്പോൾ രാവിലെ 5 മണിക്ക് എണീറ്റ് ഒരു 6:15 ആകുമ്പോൾ ഞങ്ങൾ പോവും. നടന്നാണ് പോകുന്നത്. അപ്പോൾ അവനാണ് വീട്ടിന്റെ ഗേറ്റ് ഒക്കെ തുറക്കുക. അപ്പൊ ഗേറ്റ് തുറക്കുമ്പോൾ അവൻ ഇത് കണ്ടിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഇതൊരു പൂമാല, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. ഒരു 5:30ക്കാണ് ഞങ്ങൾ കണ്ടത്. ശരി, പിന്നീടാണ് അത് റീത്താണ് എന്ന് മനസ്സിലായത് അല്ലേ? അല്ല, റീത്ത് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല, മോന് മനസ്സിലാവില്ലല്ലോ. അതെ അതെ, മോന് 8 വയസ്സേ ഉള്ളൂ. അതെ, അപ്പൊ അതുകൊണ്ട് അവന് മനസ്സിലായില്ല. ഇത് താങ്കൾ ഒരു ഇടത് സഹയാത്രികനാണ്. അത്തരത്തിലുള്ള എഴുത്തുകളിലൂടെയും സോഷ്യൽ മീഡിയ ഇടപെടലുകളിലൂടെയും ഒക്കെ ശ്രദ്ധേയമാണ്. ഇത്തരത്തിലൊരു ആക്രമണം ആരുടെ ഭാഗത്തുനിന്നായിരിക്കാം എന്നത് രാഷ്ട്രീയപരമായി വിലയിരുത്തപ്പെടേണ്ട ഒന്നുകൂടിയാണെന്ന് തോന്നുന്നു. താങ്കൾ എന്ത് പറയുന്നു? ഞാൻ ഇടത് സഹയാത്രികനല്ല, ഇടതുപക്ഷക്കാരനാണ്. പക്ഷെ ഇപ്പോഴത്തെ ഇടതുപക്ഷമല്ല, അതുകൊണ്ടാണ് സഹയാത്രികൻ എന്ന പദം ഞാൻ അല്ല, ഇത് ഇവരുടെ സഹയാത്രികനെ അല്ല, ഇവരുടെ സഹയാത്രികനെ അല്ല. കഴിഞ്ഞ ശ്രീ വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനത്തിൽ ജോസഫ് C. മാത്യുവിൽ നിന്ന് പുസ്തകം ഏറ്റുവാങ്ങിയത് ഞാനാണ്. അതിനുശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. കണ്ണപുരത്തുള്ള ഒരു കക്ഷിയാണ്, എനിക്ക് പരിചയമുള്ള കക്ഷിയാണ്, എന്നെ നല്ലവണ്ണം അറിയുന്ന കക്ഷിയാണ്, എന്നെ അനിയേട്ട എന്ന് വിളിക്കുന്ന ആളാണ്. അയാളാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. എന്റെ പേര് വെക്കാതെ അവസാനിപ്പിച്ചത്, നിങ്ങൾ ചൊറിയുകയാണെങ്കിൽ ഞങ്ങളും ചൊറിയും, ചൊറിഞ്ഞാൽ തൊലി പോകും എന്ന് പറഞ്ഞത്. അപ്പൊ അതൊക്കെ കേട്ട് ചിരിച്ചിരുന്നു. ഇപ്പോ റീത്ത് കണ്ടു. ഈ അന്ന് ഭീഷണി വന്നതുപോലെ അത്തരത്തിൽ ഉള്ളവരുടെ ഭാഗത്ത് നിന്നായിരിക്കാം ഈ റീത്ത് കൊണ്ടുവച്ചതും എന്ന് ഒരു തെളിവില്ലാതെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അന്ന് ഈ പുസ്തകം ഏറ്റുവാങ്ങിയതിനു ശേഷം പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമോ ഭീഷണിയോ? ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മളെ ഫോണിൽ വിളിക്കുകയോ ഒക്കെ ഒന്നും ചെയ്തിട്ടില്ല. വാസ്തവത്തിൽ ജനാധിപത്യപരമായി ചെയ്യേണ്ടത് എന്റെ വീട്ടിൽ വരിക, എന്നോട് സംസാരിക്കുക, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുക. അത്തരത്തിലൊരു ജനാധിപത്യ രീതി ഉണ്ടെന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നോ? ഇല്ല, ഒരു ജനാധിപത്യം ഇല്ല. മൊത്തത്തിൽ നമുക്ക് ജനാധിപത്യം വളരെ അപകടകരമായ അവസ്ഥയിലാണ്. ഒരു തരത്തിലും അങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കാത്ത ഭരണകൂടങ്ങളാണ് നമ്മളെ ഭരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ ഭരണകൂടങ്ങളിൽ നിന്ന് നമ്മൾ ഇനിയും ഇത്തരത്തിലുള്ള ജനാധിപത്യ മര്യാദകൾ പ്രതീക്ഷിക്കുന്നു എന്നത് തന്നെ വലിയ മണ്ടത്തരം ആണ് എന്ന് തോന്നുന്നു അല്ലേ? എവിടെയെങ്കിലും ഒരു പ്രതീക്ഷയുടെ വെളിച്ചം. അതെ, എവിടെയെങ്കിലും ഉണ്ടാവില്ലേ, ആരെങ്കിലും ഉണ്ടാവില്ലേ? ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും, ഭയന്നിട്ടായിരിക്കും. എന്തെങ്കിലും ഇല്ലെങ്കിൽ മനുഷ്യൻ മരിച്ചു പോകുമെന്നാണ് ഉറൂബ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തെങ്കിലും തരത്തിൽ വിശ്വസിക്കാം അല്ലേ? അത്രയേ ഉള്ളൂ. ജനാധിപത്യവൽക്കരിക്കപ്പെടണമെന്നുള്ളതാണ് നമ്മളൊരു ആഗ്രഹം. അതാണ് വളരെ വളരെ ശക്തമായി നമ്മൾ ഉന്നയിക്കുന്ന കാര്യം. നമ്മുടെ രാഷ്ട്രീയം കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെടണം എന്നാണ്. അത് നടക്കുന്നില്ല. വളരെ സന്തോഷം ഒപ്പം ചേർന്നതിന്. എന്തോ പറയാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. ഇല്ല, അത്തരം ജനാധിപത്യ വ്യവഹാരങ്ങളിൽ താല്പര്യമില്ലാത്തവരാണ് ഇങ്ങനെ ഇരുട്ടിന്റെ മറവിൽ, കള്ളന്മാരും ഭീരുക്കളുമാണ് ഇരുട്ടിന്റെ മറവിൽ കാര്യങ്ങൾ ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പൊ അത് ഇന്ന ആളാണെന്നൊന്നും പറയാൻ എനിക്ക് അറിയില്ല. കാരണം എനിക്ക് അങ്ങനെ ഊഹിച്ച് പറയുന്നത് തെറ്റാണ്. ശരി, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ശരി, വളരെ നന്ദി. ആയിക്കോട്ടെ, സന്തോഷം.